സംയുക്ത ആദിവാസി ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 21 സംസ്ഥാന ഹർത്താൽ പ്രഖ്യാപിച്ചു. SC/ST ലിസ്റ്റിനെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനും ഈ വിഭാഗങ്ങളിൽ ക്രീമി ലെയർ നടപ്പിലാക്കാനും നിർദ്ദേശിച്ചുള്ള സുപ്രീം കോടതി വിധിക്കെതിരായാണ് ഹർത്താൽ. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാടിനെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കി. സുപ്രീം കോടതി ഇവിടെ ഇന്ത്യ രാജ്യത്തിലെ SC/ST സമുദായങ്ങളെ ബാധിക്കുന്ന ഒരു വിധി പ്രസ്താവിക്കുകയുണ്ടായി. ഇത്രയും നാളും സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളും ഈ വരുന്ന അടിസ്ഥാന വിഭാഗങ്ങളെ ഏകജാതീയമായിട്ട് ഹോമോജീനിയസ് ആയിട്ട് കണക്കാക്കി സംവരണം നടപ്പിൽ വരുത്തിയിരുന്നു. എന്നാൽ ചില കണ്ടുപിടുത്തങ്ങളുടെ വെളിച്ചത്തിൽ അതങ്ങനെയാണോ എന്ന് പരിശോധിക്കാനായിട്ട് 7 ജഡ്ജിമാർ സുപ്രീം കോടതി ജസ്റ്റിസുമാർ അടങ്ങുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് വരികയും അവരുടെ കണ്ടെത്തലിൽ ഇത് ഹോമോജീനിയസ് അല്ല ഹെട്രോജീനിയസ് ആണ് എന്നുള്ള ഒരു ധാരണ ആ വിധികളിലൊക്കെ പ്രകടമായും ചെയ്തു. എൻ്റെ കയ്യിലിരിക്കുന്ന വിധി എന്തായാലും ഇപ്പോൾ 565 പേജുണ്ട്. 7 പേജിൽ ഒരാൾ മാത്രമാണ് ഇത് ഹോമോജീനിയസ് ആയിട്ട് ഏകജാതീയമായിട്ട് പരിഗണിക്കണം എന്നുള്ള നിലപാടെടുത്തത്. ബാക്കി എല്ലാവരും അങ്ങനെ പോരാ, ഇതിൽ നിന്ന് ഒരു മേൽത്തട്ട് ഉണ്ടാക്കി ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കിയ ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് ഈ വിധി പ്രസ്താവിക്കപ്പെട്ടത്. എവിടെയുള്ള അടിസ്ഥാന വർഗങ്ങളൊക്കെ എവിടം വരെ എത്തിയെന്ന് നോക്കിയാൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ IIT പോലുള്ള പരമോന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന ആളുകൾ ആരും തന്നെ ഇല്ല, കുട്ടികളായിട്ട് പഠിക്കുന്ന പോലുമില്ല. അപ്പോൾ ഒന്നും എത്താതിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു ചെറിയ സർക്കാർ ജോലി കിട്ടി, അല്ലെങ്കിൽ ഒരു പ്യൂൺ പോസ്റ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ജോലികൾ കിട്ടിയ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഇടയിൽ ഒരു വലിയ ഗ്യാപ്പ് സൃഷ്ടിക്കപ്പെടും. ഭരണഘടനാ വിരുദ്ധമായ ഉത്തരവ് മറികടക്കാൻ എന്തു ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ലെന്നും വ്യക്തമായ വിവരങ്ങൾ ഇല്ലാതെ കോടതിയും സർക്കാരും നിയമനിർമ്മാണം നടത്തുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് സമഗ്രമായ ജാതി സെൻസസ് നടത്തണമെന്നും സംയുക്ത ആദിവാസി ദളിത് സംഘടനകൾ ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബുധനാഴ്ച നടത്തുന്ന ഹർത്താലിന് ശേഷം വിവിധ സംഘടനാ നേതൃത്വങ്ങൾ ഈ മാസം 24 എറണാകുളത്ത് ഏകദിന ശില്പശാല നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ നോയൽ വി ഷാമുവേൽ, ജനാർദ്ദനൻ PG, CI ജോൺസൺ, ബേബി പൗലോസ്, സിജു PR എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al-Azhar Group of Institutions, 16 institutions offering 56+ programs, serving 7,000+ students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, Founder, Chairman, Al-Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, an expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al-Azhar Group of Institutions, Todupuzha.